ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ തിരിച്ചടി പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടാണ് കേരളത്തിലെ 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളിലും പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചടി ഉണ്ടായത്. അവർക്ക് മുഖം രക്ഷിക്കാനായി ഒരു സീറ്റിൽ അവർ വിജയിച്ചു എന്ന് മാത്രം. ബാക്കിയുള്ള സീറ്റുകളെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനും ഇടയായി. ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങൾ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലും ഇപ്പോൾ CPMഉം CPIയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ ഇതിൻ്റെ മുഖ്യ കാരണമായി പറയുന്നത് ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയും എന്നാണ്. മുഖ്യമന്ത്രിയുടെ സ്വഭാവത്തിലും പ്രകൃതത്തിലും ശരീരഭാഷയിലും കണ്ടുകൊണ്ടിരിക്കുന്ന അസാധാരണമായിട്ടുള്ള പ്രത്യേകതകൾ പാർട്ടിക്ക് വളരെയേറെ ദോഷം ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, ധിക്കാരം, അതുപോലെ മറ്റുള്ള ആളുകളോടുള്ള പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ പൊതുവെയുള്ള സഞ്ചാര രീതികൾ, ഈ തരം വിഷയങ്ങളെല്ലാം തന്നെ പരാജയത്തിന് കാരണമായി എന്ന് ഇരു പാർട്ടികളും അതിശക്തമായ ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു പല കാരണങ്ങളുമുണ്ട്. പോലീസിൻ്റെ കെടുകാര്യസ്ഥത, ഗുണ്ടാവിളയാട്ടം, വിദ്യാഭ്യാസ ക്യാമ്പസുകളിൽ നടക്കുന്നതായിട്ടുള്ള അക്രമം, അതുപോലെയുള്ള കാര്യങ്ങളും പരാജയത്തിന് കാരണമായി എന്ന് അണികളും അതോടൊപ്പം തന്നെ രണ്ടാം നിരയിലുള്ള നേതാക്കളും ഏക അഭിപ്രായത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഏറ്റവും വലിയ ആഘാതമായി അവർ എടുത്തു കാണിക്കുന്നത് കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ അവർക്ക് 3ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് തലസ്ഥാന നഗരത്തെ തിരുവനന്തപുരം പാർലമെൻറ്റ് നിയോജക മണ്ഡലം. അവർ വളരെ കൊട്ടിഘോഷിച്ച് പ്രതീക്ഷിച്ചിരുന്നതാണ് അവർ വിജയിക്കുമെന്ന്. ഇല്ലാത്ത പക്ഷം 2ാം സ്ഥാനമെങ്കിലും അവർ നേടുമെന്ന് അവർ വളരെ അധികം ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നുണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ദയനീയമായി അവർക്ക് 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായി വന്നു. അത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ ഈ തിരുവനന്തപുരത്തെ CPMഉം CPIയും ജില്ലാതലത്തിലും പ്രാദേശിക തലത്തിലും നടത്തിയപ്പോൾ അവരെല്ലാവരും ഏകകണ്ഠമായി പറഞ്ഞത് ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം മുഖ്യമന്ത്രിയുടെ ശൈലിയിലുള്ള പ്രത്യേകതകളും ആണ് എന്നാണ്. എന്നാൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന കാരണം കൂടി അവർ ഇതോടൊപ്പം ചേർത്ത് വയ്ക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മേയറുടെ പ്രവർത്തനവും അവരുടെ പെരുമാറ്റവും അവരുടെ സ്വഭാവ രീതികളുമാണ്. കോർപ്പറേഷനിൽ ആദ്യമായി ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ഒരു കോളേജ് വിദ്യാർത്ഥിനി മേയറാകുന്നു എന്ന് വലിയ വാഗ്ധോരണി നടത്തി കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും വലിയ വിപ്ലവകരമായ ഒരു പരിവർത്തനമുണ്ടാക്കിയെന്ന് മാർക്സിസ്റ്റ് പാർട്ടി വീമ്പിളക്കിയതാണ്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഒരു വലിയ പരാജയമാണ് എന്ന് അവർ തന്നെ തെളിയിച്ചു. കെടുകാര്യസ്ഥത കൊണ്ട് കോർപ്പറേഷൻ്റെ പ്രവർത്തനം ആകെ താറുമാറായി. കോർപ്പറേഷനിലെ അച്ചടക്കം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. രാഷ്ട്രീയ നേതാക്കൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവർ വെറും ഒരു പാവ എന്ന രീതിയിൽ ഭരണം നിർവഹിക്കേണ്ടതായിട്ട് വന്നു. അവർക്ക് ജില്ലാ നേതൃത്വം കൊടുക്കുന്ന പട്ടിക അനുസരിച്ച് വഴിയിൽ പിൻവാതിലിലൂടെ ചില സ്ഥാനങ്ങളിലൊക്കെ താൽക്കാലിക തസ്തികകളിലും കോൺട്രാക്റ്റ് തസ്തികകളിലുമൊക്കെ ആളുകളെ നിയമിക്കുക, അവരുടെ ലെറ്റർ പാഡ് പോലും അവരറിയാതെ പുറത്തു കൊണ്ടുപോയി ഇങ്ങനെയുള്ള പട്ടികകളൊക്കെ തയ്യാറാക്കി പാർട്ടി പ്രവർത്തകരെ ചില സ്ഥാനങ്ങളിലൊക്കെ ഉദ്യോഗം നൽകി തൃപ്തിപ്പെടുത്തുക തുടങ്ങിയ വളരെ ചട്ടരഹിതമായിട്ടുള്ള നീതിരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അവർ കൂട്ടുനിന്നു. അവർ വെറും കാഴ്ചക്കാരായി നിൽക്കുകയാണ് എന്നുള്ള സന്ദേശമാണ് പൊതുവെ തിരുവനന്തപുരം നഗരത്തിൽ വ്യാപിച്ചത്. തിരുവനന്തപുരം പോലെ കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഭരണപരിചയം ഉണ്ടാകണം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള പക്വതയുണ്ടാകണം. ഇവർക്ക് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പക്വതയോ ഭരണപരിചയവുമില്ല. വെറും 2ാം വർഷ ബിരുദ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തിൻ്റെ മേയറാക്കിയപ്പോൾ അവർ കാട്ടേണ്ടതായ പക്വതയും
പരിജ്ഞാനവും അനുഭവവും ഒന്നും അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് ദയനീയമായ അവസ്ഥ. ഇത് വളരെയേറെ പാർട്ടിയെയും ബാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കണ്ടിരിക്കുന്നത്. അതിനേക്കാളൊക്കെ അപജയത്തിലേക്ക് ഈ പാർട്ടിയെ നയിക്കാൻ അവരുടെ ഈ അടുത്ത കാലത്തെ ഒരു പെരുമാറ്റവും ഇടയാക്കി. അത് കൂടുതൽ അമർഷത്തിന് പാർട്ടിക്കുള്ളിലും പുറത്തും ഇടയാക്കി. അവരും അവരുടെ ഭർത്താവിൻ്റെ ബന്ധുക്കളും സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു KSRTC ബസ് അവരുടെ കാറിന് സൈഡ് കൊടുത്തില്ല എന്ന പേരിൽ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുൻപിലെ നടു റോഡിൽ വെച്ച് ആ ബസ് ബലാത്കാരമായി അവരുടെ കാറ് ബസ്സിൻ്റെ മുൻപിലിട്ടുകൊണ്ട് തടഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ഈ മേയറും മേയറുടെ ഭർത്താവുമായ സച്ചിൻ ദേവ് MLAയും കൂടെ പുറത്തിറങ്ങി അതിൻ്റെ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും ആക്രോശിക്കുകയും ആ വാഹനം പൂർണ്ണമായി അവിടെ തടഞ്ഞിട്ട് അതിനകത്തെ യാത്രക്കാരെ പുറത്തിറക്കുകയും ചെയ്തു. ഈ ബസ്സിനകത്ത് കയറി തന്നെ ഈ MLA മേയറുടെ ഭർത്താവ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി. ഇതൊരു വലിയ വിവാദമായി. ഇത് പാർട്ടിക്കകത്തും പുറത്തും വലിയ ചർച്ചയായി. ഇത് വളരെ വൈറലായി. ലോകമെമ്പാടും ഇതിൻ്റെ ചിത്രങ്ങൾ വ്യാപിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും സംഗതി കൈവിട്ടുപോയ അവസ്ഥയിലായി. മേയർക്ക് യാതൊരു കാരണവും പറഞ്ഞ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഇതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങി. ഇപ്പോഴും അത് കേസിലായിരിക്കുകയാണ്. സ്വാഭാവികമായി രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് ആ കേസ് തേച്ചു മാച്ച് കളയാനായി അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നിരപരാധി എന്ന് കാണുന്നതായിട്ടുള്ള ആ ഡ്രൈവറുടെ തൊഴിൽ നഷ്ടപ്പെടുത്താൻ വരെ ഈ സംഭവം കാരണമാക്കി. അതിൻ്റെ ഫലമായി മേയറിലേക്കുള്ള വിശ്വാസം ജനങ്ങൾക്കാകെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് പക്വതയില്ല. അവർക്ക് സന്ദർഭത്തിനനുസരിച്ച് വേണ്ട തരത്തിൽ പ്രാഗൽഭ്യത്തോടെ പെരുമാറാൻ കഴിയുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം ആകെ താറുമാറായി. റോഡുകൾ കുണ്ടും കുഴിയായി കിടക്കുന്നു. ഈ വഴിത്താരകളിലൊന്നും വേണ്ട തരത്തിൽ തെരുവ് വിളക്കുകൾ പോലും പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല. വേണ്ട തരത്തിൽ കോർപ്പറേഷൻ്റെ ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിയുന്നില്ല. പാർട്ടി വിധേയത്വം കൊണ്ട് അങ്ങനെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് മാത്രം ചില സൗജന്യങ്ങൾ ചെയ്തുകൊണ്ട്, സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഭരണം നടത്തി പോകുന്ന ഒരു ദുസ്ഥിതിയാണെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളത്. ഇത് നല്ല ഒരളവ് വരെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കി എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കാരണങ്ങൾക്കുപരിയായി തിരുവനന്തപുരം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറുടെ പ്രവർത്തനവും പാർട്ടിയെ വല്ലാതെ ക്ഷീണിപ്പിച്ചു എന്നതാണ് എല്ലാവരും അംഗീകരിക്കുന്നതും കണ്ടെത്തിയതുമായ യാഥാർത്ഥ്യം. ഇതൊരു പക്ഷേ മേയറുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അന്ത്യം കുറിക്കുമോ എന്ന് പോലും സംശയിക്കുന്നവരുണ്ട്. വെറും 21 വയസ്സ് പ്രായമുള്ളപ്പോൾ 2ാം വർഷ ബിരുദ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളിനെ മേയറാക്കി വലിയ ചരിത്രം സൃഷ്ടിച്ചുവെന്ന് വീമ്പിളക്കിയ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ഇത് അബദ്ധം പറ്റി എന്ന് അവർ അടക്കം പറയുന്നുണ്ട്. എന്തായാലും ഇനിയും ശേഷിക്കുന്ന കാലം തന്നെ ഈ മേയറിലുള്ള വിശ്വാസ്യതയും മേയറിലുള്ള ബഹുമാനവും ഒക്കെ തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ ആളുകൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവർ ഈ തരത്തിൽ പക്വതയില്ലാതെ പെരുമാറുന്ന ഒരാളാണ്. യാതൊരു ഭരണ പരിചയമില്ല, പ്രാഗൽഭ്യമില്ല. കോർപ്പറേഷൻ്റെ ഭരണമാകെ താളപ്പിഴയിലായിരിക്കുന്നു, താറുമാറായിരിക്കുന്നു. ജീവനക്കാർ ഒന്നും അച്ചടക്കം പാലിക്കുന്നില്ല. അഴിമതിയും കൈക്കൂലിയും വ്യാപകമായി നടക്കുന്നു. സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ ഈ കോർപ്പറേഷൻ മേയർക്കും കോർപ്പറേഷൻ കൗൺസിലിനും കഴിയുന്നില്ല. ഒരു കോർപ്പറേഷൻ കൗൺസിൽ യോഗം പോലും സുഗമമായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള വളരെ ദയനീയമായ അവസ്ഥയിലാണിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനായ, തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനായ തിരുവനന്തപുരത്തുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ CPMന് ഏറ്റതായിട്ടുള്ള തിരിച്ചടിയുടെ പല കാരണങ്ങളിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ കാരണമാണ്. അവർക്ക് നല്ല താക്കീത് കൊടുത്തിട്ടുണ്ട്. അവരെത്ര തിരുത്തിയാലും ഇതുവരെ ചെയ്തിട്ടുള്ള അപരാധങ്ങളും കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാനായി സാധ്യമല്ല. ഒരു പരിധി വരെ മാത്രമേ തിരുത്തൽ നടക്കുകയുള്ളൂ. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ആകമാനം തിരുത്തൽ പ്രമാണവുമായി കേരളം മുഴുവൻ സഞ്ചരിക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രി പറയുന്നത് തിരുത്തൽ എന്നെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും തിരുത്താനില്ല, ജനങ്ങളാണ് തിരുത്തേണ്ടത് എന്ന മട്ടിലാണ് അദ്ദേഹം ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിക്കുണ്ടായ പരാജയത്തിൻ്റെ കാരണങ്ങളുടെ പട്ടികയിൽ
നിലവിലുള്ള മേയറുടെ അപക്വമായ പ്രകടനവും പെരുമാറ്റ രീതിയും ഭരണരംഗത്തെ കാര്യശേഷിയില്ലായ്മയും അതുപോലെ തന്നെ താനും തൻ്റെ ഭർത്താവും കൂടെ ഒരു പാവപ്പെട്ട KSRTC ഡ്രൈവറുടെ ജോലി ഇല്ലാതാക്കിയതുമൊക്കെ ഗൗരവത്തിൽ തന്നെയാണ് പാർട്ടിയും പൊതുസമൂഹവും കാണുന്നത്. അത് അവരുടെ രാഷ്ട്രീയ ജീവിതത്തെ തന്നെ ഭാവിയെ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എന്തായാലും തിരുത്തലുകളൊക്കെ ഉണ്ടാകണമെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം തീരുമാനിക്കുകയാണ്. തിരുത്താനായി അവർ പ്രതിജ്ഞ എടുത്തുകൊണ്ട് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സമ്മേളനങ്ങളും സെമിനാറുകളും നടത്താൻ പോകുന്നു. ഇനിയുള്ള അടുത്ത വർഷം നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിൻ്റെ ആഘാതങ്ങൾ വർദ്ധിക്കുമോ കുറയുമോ എന്ന് കണ്ട് അറിയേണ്ടിയിരിക്കുന്നു.